ഇതെന്തോന്നാടാ ഇത്? എക്സസൈസ് കണ്ടിട്ട് മനസ്സിലായില്ലേ? എന്തൊക്കെ രോഗങ്ങളാച്ചാ? കണ്ണീരിൽ ഉപ്പ്, തുപ്പലി, പഞ്ചാര. സത്യം പറഞ്ഞാലേ ഈ പല്ലവി മെഡിസിൻ പഠിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഈ അസുഖത്തിന്റെ കാര്യമൊന്നും അറിയില്ലായിരുന്നടാ. പ്രായത്തിന് എനിക്ക് അസുഖമൊന്നുമില്ല. അയ്യോ, അതിനേക്കാളും മോശപ്പെട്ട നിന്റെ കയ്യിലുണ്ടല്ലോടാ. ഡേയ്, അസുഖമില്ലെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാന്ന് വേണ്ട, എപ്പോ വേണോ വന്ന് കയറാം. നിന്റെയൊക്കെ പ്രായത്തിൽ സർവീസിലായിരുന്ന സമയത്ത് 10-40 കിലോമീറ്റർ ഞങ്ങൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് ഓടും. എക്സസൈസേ. തിരിച്ചു വരുമ്പോ ചിലപ്പോ വഴിയൊക്കെ തെറ്റിപ്പോടാ. കണ്ടം വഴിയാന്ന് ഓടിയേ. എന്തിനാച്ചാ എന്റെ അടുത്ത് ഇങ്ങനെ തള്ളുന്നത്? അതെന്തൊരു വർത്തമാനാടാ ചെറുക്കാ നീ പറയുന്നത്? പല്ലവി ഇവിടെ വന്ന് കയറിയപ്പം ആദ്യം നമ്മുടെ ഫുഡ് മുടക്കി. ഇനി അവൾ നമ്മളെ കൊണ്ട് എക്സസൈസ് ചെയ്യും. അങ്ങനെ ഓരോരോ ടാസ്കുകൾ അവൾ തന്നോണ്ടേ ഇരിക്കും. അയ്യോ, അങ്ങനെ തന്നോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പത്തിലാവൂലടാ. ഒരു കുഴപ്പത്തില്ല. ഇതാ പറഞ്ഞ അച്ഛൻ തള്ളുന്ന പോലെ അത്ര എളുപ്പമല്ലെന്ന്. അച്ഛാ, അവൾ ഇവിടുന്ന് പോകുമ്പോൾ രാവിലെ ഇവിടെ ഒന്നെങ്കിൽ ഫിറ്റ്നസ് സെന്റർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ. ഇതിൽ ഉറപ്പാ. അതൊന്നും പറ്റൂലടാ. അത് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യമില്ല. അവൾ ഓൾറെഡി പിടി മുറുക്കി കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പാടാണ്. പക്ഷെ ഞാൻ പുട്ടുപോലെ ഊരി പോരും. ഇടാ, ഇതിനേക്കാൾ അപ്പുറം ടെറർ സിറ്റുവേഷൻ നൈസായിട്ട് ഊരി പോകുന്നവനല്ലേ ഈ റിട്ടയർഡ് എയർ മാർഷൽ കുഞ്ഞുണ്ണി. മറ്റേ മരത്തിനോട് പ്ലെയിൻ ലാൻഡ് ചെയ്തില്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛാ, രോഗമാണ് ശത്രു, ആരോഗ്യമാണ് മരുന്ന്. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൈ പിടിച്ചാണ്. മുറുക്ക് പിടിച്ചോണേ. മുറുക്ക് പിടി. യെസ്. ഇങ്ങോട്ട് വരല്ല, അങ്ങോട്ട് നീങ്ങി വെച്ചാ. അവിടെ നിൽക്കുക. നീ കൈ ഇങ്ങോട്ടാ. മുറുക്ക് പിടിച്ചോണേ. ബാക്കിലോട്ട്. വലിയ ബലം പിടിക്കല്ലേ. നീ തുള്ളിക്കൊണ്ടിരിക്കാ എന്തോ ചെയ്യുമെന്ന് പറ. 10 മിനിറ്റ് കഴിയുമ്പോൾ കഴിയും. ചേട്ടാ, ഇതല്ല പല്ലവിയുടെ പദ്ധതിക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറ. അത് അച്ഛൻ തന്നെ കേൾക്കേണ്ടി വെച്ചാ. എനിക്കൊന്നും പറ്റൂല. എന്നാ പിന്നെ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീ നടക്കത്തില്ല. എടാ, ഞാൻ അവിടെ ഗ്രീൻ ടീ ഇഷ്ടമല്ലെന്ന്. നല്ലതാ. ഗ്രീൻ ടീ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇവിടെ തന്നെ എനിക്ക് എക്സസൈസ് ചെയ്യണം. ഗ്രീൻ ടീ ഇഷ്ടമല്ല. വേണ്ട, വിട്. അമ്മായി, ഗ്രീൻ ടീക്ക് വരെ ചായ ആക്കാൻ പറ്റുമോ? എടാ, ഇതാ ഇപ്പൊ കുടിക്കണ്ട എന്നാ പല്ലവി പറയുന്നത്. അവളല്ലേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ. എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. മൊത്തം പ്രശ്നങ്ങളാ. എന്റെ പൊന്നു പല്ലവി, നീ ടെൻഷൻ അടുപ്പിക്കാതെ വായിക്ക്. എന്താന്ന് വെച്ചാ പറ. ആദ്യം തന്നെ അപ്പൂപ്പന്റെ കൊളസ്ട്രോൾ കൂടുതലാ. അയ്യോ, എനിക്കോ? കൂടുതലാ. പിന്നെ ഷുഗർ കുഴപ്പമില്ല, ബോർഡറിലാണ്. പക്ഷെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പൂപ്പൻ ഇനി മുതൽ പഞ്ചസാര കട്ട്. അയ്യോ, ചായക്ക് മധുരമില്ല, ഞാൻ കുടിക്കൂല. എന്നാ പിന്നെ അധികം നാള് കുടിക്കേണ്ടി വരത്തില്ല. പിന്നെ അത് മാത്രല്ല, അപ്പൂപ്പൻ രാവിലെ എണീറ്റ് നടക്കാനോ ഓടാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഞാൻ പണ്ട് ഒരുപാട് ചെയ്തു. അതിപ്പം കൂടി ഒന്നും കൂടി ചെയ്യ്. പിന്നെ കൊളസ്ട്രോൾ കൂടുതലായതുകൊണ്ട് അപ്പൂപ്പന്റെ നോൺ വെജ് എല്ലാം നിർത്തിക്കോ. അയ്യോ, മോളെ വല്ലപ്പോഴും ഒക്കെ ചിക്കനും ബീഫൊക്കെ കഴിക്കണം. അതൊന്നും പറ്റത്തില്ല. അടുത്തത് അച്ഛമ്മയുടെ. അച്ഛമ്മക്ക് പ്രഷർ കൂടുതലാ. പിന്നെ ഇവന്മാരെല്ലാം കൂടെ കൂട്ടുന്ന മക്കളെ. ഷുഗർ കുറച്ച് കുഴപ്പമില്ല, ബോർഡറില്ല. പിന്നെ പ്രഷർ കൂടുതലായതുകൊണ്ട് ഉപ്പ് കുറയ്ക്കണം. അത് കുഴപ്പമില്ല, ഉപ്പല്ലേ. എന്തായാലും പഞ്ചസാര ഉപ്പിന്റെ കാശ് ലാഭമായി. അച്ഛൻ സന്തോഷിക്കണ്ടേ. അച്ഛനും ഉണ്ട് കൊളസ്ട്രോള്. അച്ഛന് കൊളസ്ട്രോൾ ഉണ്ടായതുകൊണ്ട് അപ്പൂപ്പന്റെ കൂടെ രാവിലെ നടക്കാൻ പോണം. അതെ, എന്റെ തലവരൊന്ന് പറയാൻ പറ്റുമോ? ചിറ്റപ്പന് സോഡിയത്തിന്റെ കുറവുണ്ട്, യൂറിയ കൂടുതലാ. യൂറിയ കൂടുതലോ? ഞാൻ വളോ? അത് ലാഭക്കാർക്ക് തെറ്റുപറ്റിയതായിരിക്കും. തെറ്റൊന്നും അല്ല, യൂറിക് ആസിഡ് കൂടുതല. പിന്നെ രക്തത്തിന്റെ അളവ് കുറവാ. അതവന് പണ്ടേ കണ്ണിച്ചോറില്ലല്ലേ ചേട്ടാ. കുറച്ച് കൊളസ്ട്രോൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത് കേട്ടോ. പിന്നെ എന്റെ ശംഭുവിന്റെയും അപ്പച്ചിയുടെ എല്ലാം നോർമലാ. അമ്മ വന്നിട്ട് വേണം അമ്മയുടെ കൂടി ടെസ്റ്റ് ചെയ്യാൻ. അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ. എന്ത് വഴിയില്ലാന്ന്? അങ്ങനെ വരാൻ വഴി ഇല്ലെന്ന്. എന്ത് വഴിയില്ലാന്ന്? അവർക്ക് അങ്ങനെ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കാൻ വരത്തില്ലെന്ന്. പിങ്ക് കണ്ട തീറ്റ മുഴുവൻ ഷുഗർ ഇല്ലേ? എന്ന വഴിയുണ്ട്. അപ്പച്ചിക്ക് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ വീട്ടിലെ സീനിയർ സിറ്റിസൻസ് ആയ നിങ്ങളോട് ഞാൻ പറയാൻ സീനിയർ സിറ്റിസൻസ് അതാണോ ഈ വീട്ടിൽ ഇനി മുതൽ ചിക്കനോ മട്ടനോ ബീഫോ മുട്ടയോ ഒന്നും പാടില്ല. ഫിഷ് കഴിക്കാം, പക്ഷെ കറി വെച്ച്. അമ്മ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? അതാണിത്. ചിറ്റപ്പ, സോഡിയം കുറഞ്ഞ ഓർമ്മക്കുറവ് വരും. എനിക്കൊരു ഓർമ്മക്കുറവില്ല. നീ ആയിട്ട് ഓർമ്മക്കുറവ് ഉണ്ടാക്കാതിരുന്നാ മതി. അവന് ബുദ്ധിക്കാണ് കുറവ്. എന്നെ ട്രോളി ഇവിടെ ഇരുന്നോ? വൈക്കോലും ചകിരിയും എന്തോ പറയുന്നോടി കാടിയൊക്കെ കുടിച്ചിരിക്കാം. വലിച്ചു കയറ്റി. അച്ഛ, ജലദോഷം എങ്ങനെയുണ്ട് അച്ഛ? ഡോക്ടറെ ആണാ? അയ്യോ, സന്തോഷമായി. ഞാൻ വിളിക്കാം ഡോക്ടറെ അങ്ങോട്ട്. മക്കളെ, കുയിലുകൾ പാടി തുടങ്ങിയെന്ന്. അവർക്ക് മൃഗപാലൻ ഡോക്ടർ മാന്തളിരി തിന്നാൻ കൊടുത്ത് അങ്ങനെ അവര് പാടി. ഈ മാന്തളിരി നമുക്ക് നല്ല സൗണ്ട് വരുമോ? നമ്മൾ കുയിലുകളായിരുന്നെങ്കിൽ വന്നേനെ. ഇതിപ്പോ അത് പറ്റൂലല്ലോ. നീ എന്താടാ സ്നൈപ്പർ ഡോഗ്സ് വരുന്ന പോലെ പറഞ്ഞേ? അല്ല ഏട്ടാ, നല്ല ചിക്കൻ വറുക്കുന്നതിന് മണം തോന്നിയല്ലേ? എനിക്ക് തോന്നി നല്ല മണം. ഇവിടെ ആര് ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ?
ഇവിടെ ചിക്കനും മട്ടനും ഒന്നും വെച്ചുകൂടല്ലടാ. അച്ചാച്ചന്റെ മൂക്കടഞ്ഞോണ്ട് തോന്നുന്ന നല്ല മണമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. എന്റെ ചേട്ടാ ഞാൻ അവിടെ മതിലവിടെ പോയി നിന്നതാ. അവിടെ വർക്കൊന്നുമില്ല. ഇത് ഇവിടുന്ന് തന്നെ തോന്നിയതാടാ. ചിറ്റപ്പ ഇവിടുന്ന് സീനിയർ സിറ്റിസൺസ് ആണ് ചേട്ടാ. നേരത്തെ ചിക്കൻ കഴിച്ചുകൂടെന്നൊക്കെ പറഞ്ഞായിരുന്നു. എടാ കഴിച്ചൂടാന്ന് പറഞ്ഞുകൊണ്ടാണ് കൊതി വന്നത്. എന്നെ ഒറ്റയ്ക്കാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കൂടെ കൂട്ടിന് വിളിച്ചത്. ഞങ്ങൾക്കും കൂടെ ഒരു പീസ് തരായിരുന്നു. ഉണ്ട്. മക്കളിത് ആരോടും പറയല്ലേ. നമ്മൾ അടുത്ത് പറയാനാ. നമ്മളെ ആമി വേറെ ആരോട് പറഞ്ഞാലും പല്ലവിയോട് പറയല്ലേ മക്കളെ. ഞാൻ പറയൂ അച്ഛമ്മ. ഒരിക്കലല്ല. നിങ്ങൾ ഒറ്റ ഒരുത്തും കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ വേണ്ട വേണ്ട, എന്റെ മാനം കൂടെ പോയി ഇപ്പം. കഴിച്ചിരുന്ന് തന്നെ കഴിച്ചു പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയുന്ന